അയ്യ വണക്കം. അങ്ങനെ നമ്മുടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഇനി മാവോയിസ്റ്റ് മുക്തമായി എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത്. 2026 മാവോയിസ്റ്റുകളെല്ലാം അമ്മച്ചിയാണ് വെട്ടിത്താക്കും എന്നാണ് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്ര കാലം, അതായത് 60 കൊല്ലം പല സർക്കാരുകളും മാറി ഭരിച്ചു, സംസ്ഥാനങ്ങളിലായിക്കോട്ടെ കേന്ദ്രങ്ങളിലായിക്കോട്ടെ. പക്ഷേ മാവോയിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിടുക്ക് വിറയ്ക്കുമായിരുന്നു പല സർക്കാരുകളുടെയും. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, പ്രബുദ്ധർ പോലും ചിരിക്കും. അതാണ് മാവോയിസ്റ്റുകളുടെ ഇപ്പോഴത്തെ ഗതി എന്ന് പറയുന്നത്. മാവോയിസ്റ്റുകൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? അതായത് ഇനി രക്ഷയില്ല, ഇനി ഈ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ അടികൂടി നമുക്ക് നിൽക്കാനുള്ള കെൽപ്പില്ല. അങ്ങനെ കെൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവർ തരുന്ന അരിയും പൊരിയും ശർക്കരയും ഉണ്ടയൊക്കെ വാങ്ങിച്ച് മിണുങ്ങിക്കൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാവോയിസ്റ്റുകൾ ഇങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങുമ്പോഴും ഇസ്ലാമിക ഭീകരരാണെങ്കിൽ ഒരു സൈഡിൽ വെട്ടിത്താത്തോണ്ടിരിക്കുകയാണ്, അത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഈ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതും മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ വിധ്വംസക പ്രവർത്തനം നടത്തുന്നതും വിഘടനവാദികളുമായിട്ടുള്ള ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അവർ വെറുതെ ഇരിക്കില്ല. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ പ്രതിഷേധം ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഇരമ്പുകയാണ്. നമ്മുടെ ക്യൂബ മുകുന്ദനെ പോലെ ബാത്റൂമിനകത്ത് കയറി ഇരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? മാവോയിസം സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പുറത്തിറങ്ങി പറയാൻ പറ്റില്ല. പുറത്തിറങ്ങി പറഞ്ഞാൽ ആസനത്തിൽ കുന്തം കയറും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും സാധിക്കില്ല. ഒരു സൈഡിലാണെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരെയെല്ലാം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അടി, പിന്നെ പറച്ചിൽ. ഇതാണ് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. പറച്ചിലൊന്നുമില്ല, ആദ്യം അടി കൊടുത്തിട്ടേ ചോദിക്കും എന്തിനടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോരാത്തതിന് ഉത്തർപ്രദേശിലാണെങ്കിൽ യോഗി ആദിത്യനാഥ് ബ്രഹ്മോസിൻ്റെ പ്ലാന്റൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യവന്മാരെല്ലാം ആസനത്തിൽ ബ്രഹ്മോസ് അടിച്ചിടാനുള്ള പദ്ധതിയും കേന്ദ്രം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ മാവോയിസ്റ്റ് മുക്തമാകാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ രാജ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹിദുമ എന്ന് പറയുന്ന മാവോയിസ്റ്റുകളെ ഏറ്റവും വലിയ ഭീകരനെ അവൻ്റെ തല വെട്ടിയെടുത്തിട്ട് സൈന്യം എന്താണ് ആനന്ദ നൃത്തം, അതും അവിടെയുള്ള ജനങ്ങളുടെ കൂടെ. യവൻ ചത്തതിൽ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ആനന്ദ നൃത്തമാടുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കാണിക്കില്ല. സജീവമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുശേഷമുള്ള ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ്. നമുക്കിതൊന്ന് കണ്ട് ആനന്ദ നിർവൃതി അടഞ്ഞിട്ട് വരാം. അപ്പോൾ ഹിദുമ അടക്കമുള്ള ഈ തലയ്ക്ക് 1.5 കോടി രൂപ വിലയിട്ടിരിക്കുന്ന ഈ മാവോയിസ്റ്റ് ഭീകരനെ അടക്കം കൊന്നു തള്ളിയ ശേഷം നമ്മുടെ നാട്ടിലെ മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വെറുതെ ഇരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വെറുതെ ഇരിക്കില്ല. അവർക്ക് പ്രതിഷേധമുണ്ട്. ഉള്ളിലിങ്ങനെ പ്രതിഷേധം ഇരമ്പുകയാണ്. പക്ഷേ ഈ ഒരു സെറ്റപ്പിൽ പ്രതിഷേധം എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ വെട്ടിത്താക്കും എന്ന് ഇവന്മാർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കുമല്ലോ. രാജ്യത്ത് കലാപം ഉണ്ടാക്കണം, കലാപം ഉണ്ടാക്കി രാജ്യത്തെ മുടിപ്പിക്കണം. അങ്ങനെ മുടിപ്പിക്കാനായിട്ട് ഒരിടവേളയ്ക്ക് ശേഷം അവരെത്തുകയാണോ? പണ്ടൊക്കെ എന്ത് രസമായിരുന്നു. പൗരത്വ നിയമ ഭേദഗതി വരുമ്പോൾ ഇതാ ഷഹീൻ ബാഗിലോട്ട് പ്രതിഷേധം, അതിനെ കേന്ദ്രം അടിച്ചു കൊടുക്കുന്നു, വാർത്തയാക്കുന്നു. കർഷക സമരം വരുമ്പോൾ ഇതാ മറ്റിടത്തോട്ട് പ്രതിഷേധം, അതായത് റെഡ് ഫോർട്ടിലോട്ട് പ്രതിഷേധം. റെഡ് ഫോർട്ടിൽ നമ്മുടെ പതാക എടുത്ത് മാറ്റിയിട്ട് ഒരു ഖലിസ്ഥാനി പതാക നാട്ടുന്നു, ആടിച്ചൊതുക്കുന്നു. അത് അതിഭീകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കലാപമായിട്ട് മാറുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹി കലാപം വരുന്നു. ട്രംപ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആടിച്ചൊതുക്കി ചാക്കി കെട്ടുന്നു. അങ്ങനെ വിവിധ തരം കലാപരിപാടികളായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കലാപരിപാടികളൊക്കെ നൈസായിട്ട് അന്യം നിന്ന് പോവുകയാണ്. കലാപകാരികളെ, നിങ്ങളിങ്ങനെ പിന്നിലോട്ട് മാറരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ പിന്നിലോട്ട് മാറിയാൽ പിന്നെ ഇവിടെ നിങ്ങൾ കലാപകാരികളാണെന്ന് നാട്ടുകാരെങ്ങനെ അറിയും? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെ നിങ്ങളെ ഡിറ്റക്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കലാപം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്താനായിട്ട് കേന്ദ്രം വെയിറ്റ് ചെയ്തിരിക്കും. ഉദാഹരണം കർഷക സമരമാണ്. ഈ കർഷക സമരം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കേരളത്തിലടക്കമുള്ള പല പ്രബുദ്ധരും സാംസ്കാരിക നായകരും പറഞ്ഞിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കർഷകന്മാരെ അടിച്ചൊതുക്കുന്നതെന്ന്. കേന്ദ്രം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അവസാനം ഇത് കർഷക സമരമല്ലെന്നും ഇത് ഖലിസ്ഥാനികളുടെ സമരമാണെന്നും കൃത്യമായിട്ട് മനസ്സിലായി. റെഡ് ഫോർട്ടിൽ പോയി യവന്മാർ ഖലിസ്ഥാനി പതാക ഉയർത്തി, തീവ്രവാദ പതാകയായിട്ടുള്ള ഖലിസ്ഥാനി പതാക. സമാനമായിട്ടുള്ള രീതിയിൽ ഡൽഹിയിലെ എയർ പൊല്യൂഷനെതിരെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? പ്രതിഷേധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് 38 സംഘടനകൾ ഒത്തുകൂടുന്നു. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈസായിട്ട് പ്രതിഷേധിച്ച് തുടങ്ങാം. പോലത്തെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻസ്റ്റാഗ്രാം വഴി ആൾക്കാരെ കൂട്ടാം. ഗാന്ധി ഗാന്തോളം മാർച്ച്, ഇങ്ങനൊരു മാർച്ചൊക്കെ നമുക്ക് നടത്താമെന്ന് പേരിട്ട് കഴിഞ്ഞാൽ, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അഹിംസയുടെ പ്രതീകമാണല്ലോ. നാട്ടുകാർ വിചാരിച്ചോളും നമ്മൾ സമാധാനത്തിൻ്റെ സംഘടനയാണ്. അങ്ങനെ 38 സംഘടനകൾ നൈസായിട്ട് കൂടി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി ആളെ കൂട്ടി 38 സംഘടനകളും ഡൽഹിയിൽ ഭയങ്കര എയർ പൊല്യൂഷൻ, അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ്. നവംബർ 23-ാം തീയതിയാണ് നമ്മുടെ സമരം, അതിനാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ്
ഇവന്മാരൊരു പത്രസമ്മേളനം വിളിച്ചു. ഈ പത്രസമ്മേളനം വിളിച്ചത് ആരൊക്കെയെന്നറിയാമോ? സഫൂറ, ആസിഫ് ഇക്ബാൽ തൻഹ എന്നൊക്കെ പറയുന്ന 2 ടീമുകളാണ്. യവന്മാരാരാണ്? യവന്മാർ ഡൽഹി കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരാണ്. ജാമ്യത്തിൽ ഇറങ്ങി വെളിയിറങ്ങിയിട്ട് വീണ്ടും കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു കുഴപ്പമില്ല, നീയൊക്കെ കലാപം ഉണ്ടാക്കണം. കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ അന്ന് നിൻ്റെയൊക്കെ കൂടെ ഏവനൊക്കെയാണ് കലാപം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വീണ്ടും തിരിച്ചറിയാനായിട്ട് ഒരു അവന്മാരെ ഇപ്പോൾ വെളിയിലിറങ്ങി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ യുവമാർ 2 പേരും കൂടെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ഈ പത്രസമ്മേളനത്തിൽ യുവമാർ പറഞ്ഞത് നവംബർ 23-ന് ഞങ്ങൾ ഒരു പ്രതിഷേധം നടത്തും. പോരാത്തതിന് ഡിസംബർ 13-ന് ഇതിൻ്റെ രണ്ടാമത്തെ സമരമുണ്ട്. രണ്ടാമത്തെ സമരം എന്ന് പറഞ്ഞാൽ ചക്കാ ജാം എന്ന് പറഞ്ഞാൽ സ്തംഭിപ്പിക്കും, നമ്മൾ ഈ രാജ്യം മുഴുവൻ സ്തംഭിപ്പിക്കും. ചക്കാ ജാം കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസംബർ 15-ന് ഗാന്ധി സമാധാന മാർച്ച്. അല്ലാതെ ഈ സ്തംഭിപ്പിച്ച് കഴിയുമ്പം ചവിട്ടി കൂട്ട് കഴിയുമ്പോൾ പിന്നെ സമാധാനം എന്നുള്ളൊരു മാർച്ചും കൂടെ നമ്മൾ നടത്തും. കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന ഒരു സമരമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. അങ്ങനെ നവംബർ 23-ാം തീയതി അവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? നൈസായിട്ട് അവന്മാരെല്ലാം വന്നിട്ട് അവന്മാർ എന്ത് ചെയ്യുന്നു? അവിടെ അതിഭീകരമായിട്ടുള്ള സമരം തുടങ്ങുന്നു. പോലീസ് അവന്മാരെ അവിടെ നിന്ന് മാറ്റാനായിട്ട് പോയപ്പോൾ അവന്മാർ പോലീസിന് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതും പിന്നെ പോലീസ് ഒന്നും നോക്കില്ല. കയറി മെഴുയുടെ ഗോവാല എന്ന് പറഞ്ഞ് എല്ലാണത്തെ ഞാൻ അടിച്ചു ഒതുക്കി ചാക്കി കെട്ടി. കുറേ എണ്ണ എടാ പ്രേമ എനിക്ക് ദേശത്തെ വഴി അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈഡിൽ കൂടെ ഓർമ്മയുണ്ട്, കുറേ എണ്ണ ഈ സൈഡിൽ കൂടെ ഓർമ്മയുണ്ട്. അങ്ങനെ 22 പേര്, മലയാളികളടക്കം, മലപ്പുറം തൃശ്ശൂർ സ്വദേശികളടക്കം, അത് പിന്നെ ഒരു ആചാരമാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, മലയാളികളടക്കം പിടിച്ചകത്തിട്ടു. റിമാൻഡ് കിടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ സമരത്തിനിടയിൽ, അതായത് ഈ നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ, പോക്കിരി സിനിമയിൽ വടിവേലുവിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. വടിവേലുവിൻ്റെ ക്യാരക്ടർ എന്ന് കുങ്ഫു മാസ്റ്ററാണ്. തലയിലൊരു കൊണ്ടയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. വടിവേലു നമ്മുടെ അസിനെ ഫോളോ ചെയ്യുന്ന സീനിൽ ഏതൊരു പ്രച്ഛന്ന വേഷത്തിൽ വന്നാലും വടിവേലുവിനെ പിടിക്കും. അതുപോലെ അപ്പോൾ വടിവേലു ചോദിക്കും, നീയൊക്കെ എങ്ങനെയാടാ എന്നെ പിടിക്കണത്? ഞാനൊക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞത്, എന്നിട്ട് എങ്ങനെയാടാ ഇത്രയൊക്കെ ഗെറ്റപ്പ് മാറ്റിയിട്ട് എന്നെ പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ പിടിക്കുന്ന ആൾക്കാർ പറയും, എടാ നിൻ്റെ കൊണ്ട നോക്കടാ, എടാ നീയൊക്കെ ഇപ്പോൾ പറത ഇട്ട് വന്നാലും നിൻ്റെ തലയിൽ കൊണ്ടായിരിക്കും, അത് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ നീയാണ്. അതുപോലെ നീയൊക്കെ ഇപ്പോൾ എയർ പൊല്യൂഷൻ പറഞ്ഞ് വന്നാലും, പരിസ്ഥിതി പ്രശ്നം പറഞ്ഞ് വന്നാലും, അഴിമതി പറഞ്ഞ് വന്നാലും നിൻ്റെയൊക്കെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് നീയൊക്കെ വരുന്നത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണെന്ന്. ഒരു പാടുമില്ല നിന്നെയൊക്കെ പിടിച്ചകത്തിടുക എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യവന്മാരെല്ലാം അടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. ഈ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് വന്നല്ലോ, ഇത് ഭയങ്കര കോമഡിയാണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് വന്നിട്ട് നൈസായിട്ട് അവന്മാർ SIR കടന്നു. അല്ലേ, എയർ പൊല്യൂഷൻ അല്ലേ നിങ്ങൾ പ്രതിഷേധിക്കാമെന്ന്. പിന്നെ നിങ്ങളെന്തിനാണ് SIR കുറിച്ച് പറയുന്നത്? പിന്നെ SIR നിന്ന് കശ്മീരിലോട്ട് കടന്നു. പിന്നെ കശ്മീരിൽ നിന്ന് ഹിദ്മ അമർ രഹേ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യവുമാര് വിളിച്ച് എല്ലാം പൂർത്തിയായി. അതായത് ഹിദ്മ, മാവോയിസ്റ്റ് ഭീകരൻ, നമ്മുടെ സൈനികരെ കൊന്നൊടുക്കിയ ഈ മാവോയിസ്റ്റ് ഭീകരന് വേണ്ടി സപ്പോർട്ട് ചെയ്തവന്മാർ എന്ത് ചെയ്തു? മുദ്രാവാക്യം വിളിച്ചു. ഇതോടുകൂടി അടിയുടെ പെരുന്നാളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിലും അടി കൊടുത്തില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനി യുവമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ നബി പാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമർ നബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചാവേറായിട്ട് ഇപ്പോൾ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ അവനാണ്. അടുത്തത് ഉറപ്പായിട്ട് ഞാൻ എഴുതി തരാം. യുവമാർ പറയാൻ പോകുന്നത് ഉമർ നബി ഒരു പാവമായിരുന്നു, ആട് മേയ്ക്കാൻ പോയി പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച ഒരു പഞ്ചപാവമായിരുന്നു ഉമർ നബി എന്ന് അവന്മാർ പറഞ്ഞ് പരത്തിയാണ്. അതിനു മുമ്പേ ആടിയും കൊടുത്ത് തുണിയും പറിച്ചെടുത്ത് അകത്തിട്ടു എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു സ്റ്റോറി. നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോയ വമ്പൻ ജൻസി കലാപത്തെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തടഞ്ഞത്. ഇനി അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഹിദ്മ ആരാണ്? ഹിദ്മ നമ്മുടെ രാജ്യത്തെ സർക്കാർ 1.5 കോടി രൂപയാണ് ഇവൻ്റെ തലയ്ക്ക് വില കിട്ടിയിരിക്കുന്നത്. ഇവനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സേന വധിച്ചത്. അപ്പോൾ ആരാണ് ഹിദ്മ എന്ന് അറിയുമ്പോൾ മാത്രമേ ഇവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഹിദ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ക്രൂരനും അപകടകാരിയുമായിട്ടുള്ള ഒരു മാവോയിസ്റ്റ് നേതാവായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവന്മാർക്കാണ് ഇവന്മാർ എന്ത് ചെയ്തത്? ജയ് വിളിച്ചത്. നൈസായിട്ട് വന്ന് എയർ പൊല്യൂഷൻ്റെ പേരിൽ വന്ന് മാവോയിസ്റ്റുകളെയൊക്കെ കൊന്നൊടുക്കുന്നത് ഞങ്ങൾ പ്രതിഷേധിക്കാം, അങ്ങ് പ്രതിഷേധം സ്വനത്തി അങ്ങ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. എല്ലാം കൂടെ തേഞ്ഞുപോയി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഹിദ്മ എന്ന് പറയുന്നവൻ ഹൈദ്ര എന്നാണ് അവൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. എന്താണ്? ഹൈദ്ര. ഇവൻ മാഡ്വി ഹിദ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിഡ്മ എന്നും പറയും. ഇവൻ CPI മാവോയിസ്റ്റ് സംഘടനയുടെ സൈനിക കമാൻഡർ, ബറ്റാലിയൻ നമ്പർ 1 സൈനിക കമാൻഡറാണ് ഇവൻ. ഛത്തീസ്ഗഡിലെ ബീജാപൂരാണ് ഇവൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്. ദണ്ഡകാരണ്യ വനപ്രദേശമാണ് ഇവൻ്റെ വിഹാര കേന്ദ്രം എന്ന് പറയുന്നത്. സുക്മ ജില്ലയിലെ ഒരു ഗോത്ര ഗ്രാമമായിട്ടുള്ള ദാവണ്ടവയ, അവിടെയാണ് ഇവൻ ജനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും ഏറ്റവും അധികം ആൾക്കാർ തേടിയിട്ടുള്ള ഒരു ഭീകരവാദിയാണ്, മാവോയിസ്റ്റ് ഭീകരവാദിയാണ് ഈ ഹിദ്മ എന്ന് പറയുന്ന ഈ തുങ്കുട് വാവ. എന്തായിരുന്നാലും ഈ ഹിദ്മ 2010 ദന്തേവാഡ കൂട്ടക്കൊല എന്ന് പറഞ്ഞൊരു കൂട്ടക്കൊല നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിക്കുന്നത്. നടത്തിക്കോട്ടെ, സ്വസ്ഥമായിട്ട് നടത്തിക്കോട്ടെ. അവർക്ക് കൂട്ടക്കൊല നടത്താനുള്ള
വെള്ളനിലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് 2010 ദന്തേവാഡ കൂട്ടക്കൊലയിൽ 76 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലെ നക്സലൈറ്റ് ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ആക്രമണമായിരുന്നു അന്ന് നടന്നത്. പിന്നെ 2017 മറ്റേ സുക്മ ആക്രമണം എന്ന് പറഞ്ഞ ആക്രമണം നടത്തി. അന്ന് 25 സുരക്ഷാ സൈനികരാണ് കൊല്ലപ്പെട്ടത്. റോഡ് നിർമ്മാണ സുരക്ഷയ്ക്കെതിരെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ള റിപ്പോർട്ട് വന്നു. ഇനി 2021 ബീജാപ്പൂരിലെ താർരം കാട്ട് ആക്രമണം എന്നുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 22 ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. 30 ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു. പൊതുജനങ്ങൾക്കെതിരെ ഇവൻ ക്രൂരത നടത്തിയിരുന്നു. അതുകൊണ്ടാണ് പൊതുജനങ്ങളെ ഇവൻ ചത്തു തൊലഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആനന്ദ നൃത്തം ചവിട്ടിയതെന്ന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഗ്രാമവാസികളെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. പോലീസിൻ്റെ ഇൻഫോർമർ ആണെന്ന് ആരോപിച്ച് ശിരച്ഛേദനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇവനെ പോലീസ് തപ്പിക്കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ പോലീസ് ഇവനെ പിടിക്കാനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു? പോലീസിനെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സഹായിക്കുന്നു. പോലീസ് ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഗ്രാമവാസികളുടെ ശിരച്ഛേദനം ഇവൻ നടത്തിക്കൊണ്ടിരുന്നത്. കുട്ടികളെ ഇവൻ പിടിച്ച് ബലാത്കാരമായിട്ട് മാവോയിസ്റ്റ് സംഘടനയെ ചേർത്ത് പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ കേഡർമാരാക്കുന്നുണ്ടായിരുന്നു. റോഡ് നിർമ്മാണം തടയൽ, തൊഴിലാളികളെ കൊലപ്പെടുത്തൽ, യന്ത്രങ്ങളെ കത്തിക്കൽ, ഇതായിരുന്നു ഇവൻ്റെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. 1.5 കോടി രൂപയാണ് ഇവന് എന്ത് ചെയ്ത് തലയ്ക്ക് വിലയിട്ടിരുന്നത്. ഇന്ത്യയിൽ ഒരു നക്സൽ നേതാവിൻ്റെ തലയ്ക്ക് ഏറ്റവും കൂടുതൽ വിലയിട്ടു എന്നുള്ള റെക്കോർഡ് ഇവൻ്റെ തലയ്ക്കാണ് ഇരിക്കുന്നത്. അമ്മാതിരി ഗംഭീര തലയാണ് ഇവൻ്റെ തലയെന്ന് പറയുന്നത്. ഏപ്രിൽ 2022 ഏപ്രിൽ 5-ാം തീയതി യവനെ നമ്മുടെ സേന വെട്ടി താത്ത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ബീജാപ്പൂരിലെ കർഷക് നില കാട് ഓപ്പറേഷൻ CRG+CRPF സംയുക്തമായിട്ടുള്ള നീക്കമാണ് നടത്തിയത്. ഹിദുമ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അവൻ്റെ അടുത്ത ബന്ധുക്കളും കമാൻഡർമാരെയും വധിച്ചു. ബറ്റാലിയൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്തു? പോപ്പളം പൊടിയുന്ന പോലെ പൊടിച്ചു. ഇതാണ് ഹിദുമയുടെ കഥ എന്ന് പറയുന്നത്. ആ ഹിദുമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാർ എന്ത് ചെയ്തത്? ഹിദുമ അമർ രഹ എന്ന് പറഞ്ഞ ഇവന്മാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത മാതിരി ആട്ടമൊന്നും ഇന്ത രാജ്യത്ത് ഇനി നടക്കൂല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ജൻസി കലാപം പൊളിച്ച് ഹിദുമയെ വലിച്ചു കീറി ഇവന്മാരെ 22 പേരെ ഇവന്മാരെ പിടിച്ച് അകത്തിട്ടതിലൂടെ നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത്. സന്തോഷിച്ചാട്ടെ. അപ്പോൾ ശരി.